അഞ്ഞു, നീ എണീക്കുന്നുണ്ടോ? മണി 9 കഴിഞ്ഞ്. ഇവളെ ഇന്ന് ഞാൻ അയ്യോ ഇന്ന് എന്തൊക്കെ പുലിവാലാണെന്നാവോ. ഏതായാലും ഒന്ന് സോപ്പിട്ട് പതപ്പിച്ചേക്കാം. അമ്മേ, എൻ്റെ ചക്കരമ്മ ഉമ്മ. ഓ, ഇന്നെന്താ വലിയ സ്നേഹത്തിലാണല്ലോ. എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് നേരം കാലൊക്കെ വേണോ? എൻ്റെ ചക്കരമ്മ നിന്ന് കൊഞ്ചുവാതെ കഴിക്കാൻ വാ പെണ്ണേ. നിന്റെ ഫേവറേറ്റ് ആയ അപ്പം മുട്ടക്കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പോവാ, നീ വന്നേക്കണേ. അയ്യോ, ഇത്രയേ ഉള്ളോ? പോരാളി ഫ്ലാറ്റ്. മനുഷ്യൻ വെറുതെ പേടിച്ച്. വേഗം പല്ല് തേച്ച് അമ്മയുടെ മുട്ട റോസ്റ്റും കൂട്ടി 3-4 അപ്പം അകത്താക്കണം. അല്ല, അവളുമാർ ഇന്നാണല്ലോ കോൺഫറൻസ് കോൾ വിളിക്കണമെന്ന് പറഞ്ഞേ. നേരം 11 ആയല്ലോ. എന്നിട്ട് ആരുടെ ഒരു ഒച്ചയും ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ. ഫോണിലൊന്ന് പോയി നോക്കാം. പറഞ്ഞ് നാക്ക് വായിൽ കിട്ടരുതേ ഉള്ളൂ. സുമിച്ചി, മൈ മുത്ത് കോളിംഗ്. ഹലോ ഗേൾസ്. ഹായ്, ഹലോ. എടി ലച്ചു, നീ ജീവനോടെ ഉണ്ടോടി? ഉണ്ടടി. ഭരണിപ്പാട്ടൊക്കെ കേട്ട് തീർത്ത് ഇത്തിരി ജീവൻ ബാക്കിയുണ്ട്. സുമിച്ചി, അവിടെ എങ്ങനെ സീൻ? തങ്കുള്ളോണ്ട് പിടിച്ചു നിന്നു, അല്ലെങ്കിൽ പെട്ടി കിടക്കായിരുന്നു. മൊബൈലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നല്ല മാർക്കൊക്കെ കിട്ടിയ മൊബൈൽ ഫോണൊക്കെ ഓഫർ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും കിട്ടുമെന്ന് തോന്നണില്ല. ഇതിപ്പോൾ പവനായി ശവമാകൂടെ. എന്തൊക്കെയായിരുന്നു സ്വന്തം ഫോണ്, അധോലോകം, ഗ്രൂപ്പ്, വേൾഡ്, സെൽഫീസ്, വീഡിയോ കോള്, നെറ്റ് ചാറ്റ്. തേഞ്ഞൊട്ടിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം മൊബൈൽ ചോദിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. മാക്സിമം 1 മാസം. അതുവരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സോപ്പിട്ട് പൂട്ടാം. നമുക്ക് വൈകിട്ട് ഔട്ടിങ്ങിന് പോയാലോ? വീട്ടിലിരുന്ന് മടുത്തടി. ഔട്ടിങ്ങോ? എങ്ങോട്ട്? നമ്മുടെ ദീപ്തി ബേക്കറി. അല്ലാതെ പിന്നെ എങ്ങോട്ടാ? അങ്ങനെ പറ. ഇന്ന് ബുജിയുടെ വക ചെലവാണ്. 6 A+ അഞ്ഞു. C+ കണ്ടില്ലേടി പുല്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ ചെലവ്. അപ്പം എല്ലാം ഫിക്സ്. 4 മണിക്ക് കാണാം. അഞ്ഞു, നീ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നിന്നെ പെക്ക് ചെയ്യാൻ ഞാൻ സ്വന്തം സ്കൂട്ടറിൽ വരുന്നുണ്ട്. നമ്മൾ ഒരേ റൂട്ടല്ലേ? സ്വന്തം സ്കൂട്ടിയോ? ഐ മീൻ പാറുവിൻ്റെ സ്കൂട്ടി. അവളെ സോപ്പിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എടി, നിനക്ക് ഓടിക്കാൻ അറിയോ? ലൈസൻസ് പോലും ഇല്ല. പെട്ടിയിൽ കിടത്തോടെ. പിന്നെ ലൈസൻസ് ഒക്കെ ഒരു പ്രഹസനമല്ലേ സജി. ആക്ച്വലി ഇതൊക്കെ ഓടിക്കാൻ ഒരു നാക്ക് മതിയടി. ആ നാക്കൊക്കെ എനിക്കുണ്ട് ഡിയർ. സോ യു ഡോണ്ട് വെറി മാൻ. അപ്പം 3:30 സ്റ്റോപ്പിൽ കാണാം. ബൈ ബൈ. ഓക്കെ. ഹലോ ഡി, ഹെൽമെറ്റും വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ. നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? കേറിടി, വാ. ഓക്കെ, ഇതാ വരുന്നു. പോട്ടെ വണ്ടി. അല്ലടി, നീ ഏത് വഴിയിലൂടെയായി പോകുന്നേ? ഒന്നും മിണ്ടാതെ കിടക്കടി. ടൗണിൽ കൂടി പോയാൽ കുറേ വണ്ടികളുണ്ടാവും. അതുകൊണ്ട് ഷോർട്ട് കട്ട് വഴി പ്രയോഗിക്കാം. അതാ നല്ലത്. പൊന്നു മോളെ, ലൈസൻസ് ഇല്ലാതെ മെയിൻ റോഡ് വഴി കിട്ടാൽ പണി കിട്ടും. ഇതാകുമ്പോൾ കൂളായിട്ട് കട്ട് റോഡ് വരെ എത്താലോ. അല്ല, ഇന്ന് അങ്ങോട്ടെങ്ങാനും എത്തുമോ? നീ തുഴഞ്ഞ് സൈക്കിളിലേറെ സ്പീഡ് കുറവാണല്ലോടി ഇതിന്. ഓഹോ, നിനക്ക് സ്പീഡാ വേണ്ടത്? ഇപ്പം ശരിയാക്കി തരാം. അയ്യോ, മാറ്. അയ്യോ, ദേടി ഒരു ബുള്ളറ്റ് വരുന്നു, നോക്കിയേ. എൻ്റെ അമ്മച്ചിയെ കാത്തോളി. എടി, ആ ബുള്ളറ്റിനെ കാണാനില്ലല്ലോ. നമ്മുടെ മുന്നിലേക്ക് തന്നെ ഇല്ല അത് വന്നേ. സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? പോടി അവിടുന്ന്. സ്വപ്നമൊന്നല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാ. ആ ബുള്ളറ്റിന്റെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഇവളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത് തന്നെ തെറ്റായിപ്പോയി. എടി, എൻ്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യടി. ഇനി എന്ത് ചെയ്യും? ഒന്ന് പോടി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. എടി, ബുള്ളറ്റതാ അവിടെ ഉണ്ട്. നീ നോക്കിയേ. എടി നോക്കിയേ, ആ ചെളിയിൽ ആരോ വീണ് കിടക്കുന്നുണ്ട്. അയ്യോ, ദേ അങ്ങേരിത് അലർന്നു. വേഗം വണ്ടി എടുക്കടി, നമുക്ക് വേഗം സ്കൂട്ടാകാം. വണ്ടി തിരിക്ക്. എൻ്റെ അമ്മോ, വേഗം സ്കൂട്ടാവുന്നതാ നല്ലത്. അല്ലെങ്കിൽ അയാളെ വായി ചെന്ന് ചാടും. എൻ്റെ ദൈവമേ, കാത്തോളണേ.